ഉന്നത വിദ്യാഭ്യാസ രംഗം ഉടച്ചു വാർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസ മേഖല 3 കമ്മീഷനുകളെ നിയോഗിച്ചു. ആ റിപ്പോർട്ടിന്മേലുള്ള ഇടപെടലുകളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് കോഴിക്കോട് പ്രൗഢഗംഭീരമായ തുടക്കം. നേട്ടങ്ങളുടെ തുടർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവണം എന്നാണ് സർക്കാർ കാണുന്നത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. നാം കാണേണ്ടത് ഉപരിപ്ലവമായ കേവല പരിഷ്കരണമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി ഉടച്ചു വാർക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘ്ന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ്ന, ഈ ജനങ്ങളുമായി വിദ്യാർത്ഥികളുമായി ഒക്കെ സംവദിക്കുന്ന പരിപാടിയാണ് ജനകീയ സദസ്സിന് ശേഷം മുഖാമുഖം. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് നടക്കുന്നത്, കോഴിക്കോട് തുടക്കമാകുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? അജിംഷാദ്, നവകേരള സദസ്സിന്റെ തുടർച്ചയായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖാമുഖം പരിപാടിക്ക് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ വെച്ച് തുടക്കമായിരിക്കുകയാണ്. അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ പ്രധാനമായും ഇത്തരം പരിപാടികളിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് വ്യത്യസ്ത തലത്തിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, നവകേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത മേഖലകളിലുള്ള ജനങ്ങളുമായിട്ട് അഭിപ്രായം ശേഖരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ്, സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യ പരിപാടി എന്നോണമാണ് ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുമായിട്ട് ഒരു മുഖാമുഖ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ 2000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. അതിൽ 600 വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള സംവാദ പരിപാടിക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. എന്നിരുന്നാലും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിലടക്കം പറഞ്ഞത് കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുമെന്നാണ്. മാത്രമല്ല, ഉദ്ഘാടന വേദിയിൽ നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികൾ, കോഴിക്കോട് നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, ഉന്നതതല വകുപ്പ് മന്ത്രി R ബിന്ദു തുടങ്ങി വിവിധ ജനപ്രതിനിധികളും വിവിധ സർവകലാശാല പ്രതിനിധികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ, അതായത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച ഒരു നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കൈവരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളം കഴിഞ്ഞ 7 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറയുന്നതായിരുന്നു. മാത്രമല്ല, കെയറിപ്പ് പോലെയുള്ള വിവിധ പരിപാടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാനും പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള വിവിധ പരിപാടികളും പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയുണ്ടായി, അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം വിദ്യാർത്ഥികളിലേക്ക് നൽകുകയുണ്ടായി. ഇതിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, യുവജനത എന്ന് പറയുന്നത് നമ്മുടെ ഭാവി കെട്ടിപ്പിടിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടും അത്രയേറെ പ്രാധാന്യമുള്ള ഘടകമാണ്. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അത്രയേറെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംവാദവേദിയുമായിട്ടും ഇങ്ങനൊരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ടും ഒരു മുഖാമുഖ പരിപാടിയുമായിട്ട് മുഖ്യമന്ത്രി എത്തുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിൽ ഒരു തുടക്കം മാത്രമാണ്. മാത്രമല്ല, മറ്റു 10 വ്യത്യസ്ത മേഖലകളിലെ പ്രതിനിധികളുമായിട്ട്, അതായത് വിദ്യാഭ്യാസ മേഖല കൂടാതെ മറ്റു മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടും ജനങ്ങളുമായിട്ടും മറ്റു ജില്ലകളിൽ ഇതുപോലുള്ള മുഖാമുഖ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, 2016 കാലഘട്ടങ്ങളിലടക്കം ഇതുപോലുള്ള മുഖാമുഖ പരിപാടികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് LDF സർക്കാരിന്റെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലേക്ക് അടക്കം സർക്കാരിനെ നയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു യുവജനതയെ കൂടുതൽ സർക്കാരിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാവണം സർക്കാർ എന്തായിരുന്നാലും ഭരണാധിപന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ, ഭരണകൂടം ജനങ്ങളുമായി സംവദിക്കുന്നു എന്ന വലിയ പോസിറ്റീവ്നെസ് ആണ് ഒരു പക്ഷേ LDF മുമ്പോട്ട് വെക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരത്തെ ചില വിമർശനങ്ങളൊക്കെ കോഴിക്കോട് തന്നെ ഉന്നയിച്ചിരുന്ന സാഹചര്യമുണ്ട് പ്രതിപക്ഷം. അതായത് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ്, വിദ്യാർത്ഥികളെയാണ് അവിടേക്ക് ഇരുത്തുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ. ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ഡയറക്റ്റ് ചോദിക്കുകയും ചിലർ എഴുതി നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് അല്ലേ നടന്നു വരുന്നത്? എഗ്ന,
അജിംഷാദ്, മുന്നേ തന്നെ പ്രതിപക്ഷം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ മാത്രമാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ മാത്രമാണ് ഇതിലേക്ക് കയറ്റുന്നത് എന്നും സംവദിക്കാനുള്ള രീതി ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എഴുതി നൽകിക്കൊണ്ടാണ് എന്നുമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നേ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്രമല്ല, മാധ്യമങ്ങൾക്ക് ഈ സംവാദവേദിയിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് തിരഞ്ഞെടുത്തതാണോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണോ എന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിശ്ചയമില്ല. പക്ഷേ അവിടെയുള്ള ജനപങ്കാളിത്തം എന്ന് പറയുന്നത്, ആ വേദിയിലുള്ള ജനപങ്കാളിത്തം എന്ന് പറയുന്നത് വലിയ മികച്ച ഒരു പ്രതികരണം തന്നെയാണ് ഈ മുഖാമുഖം പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തുടച്ചു വാർക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഒരു നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമാണ് ഇന്ന് നമ്മൾ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ കണ്ടത്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്രഖ്യാപനങ്ങൾ, അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയൊക്കെ മറിച്ച് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ ആരോപണങ്ങളെയൊക്കെ തുടച്ചു നീക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളും വലിയ പ്രതീക്ഷകളും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഒക്കെ സംസാരിച്ചത്. അതായത് വരും വർഷങ്ങളിൽ കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഹബ്ബാക്കി മാറ്റും. കേരളത്തെ, അതായത് മറ്റ് വിദേശ വിദ്യാർത്ഥികളടക്കം കേരളത്തിലേക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തെ ആകർഷിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പരിപാടികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുമെന്നും പറയുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും പാകവണ്ണം, അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാമെന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നടപ്പിലാക്കണമോ, പ്രായോഗികമാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മറ്റു വകുപ്പുകളും അല്ലെങ്കിൽ മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരും ചേർന്ന് തീരുമാനിക്കും. പക്ഷേ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായിട്ട് 600 വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരമാണ് ഈ വേദിയിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദം അടുത്ത വർഷം മുതൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ മുഖച്ഛായ മാറുന്ന രീതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നും ഉന്നത മൂല്യമുള്ള, പ്രായോഗിക മൂല്യമുള്ള സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവാക്കളായിട്ട്, ജനങ്ങളായിട്ട് വിദ്യാർത്ഥികളെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഈ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. അജിംഷാദ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉടച്ചുവാർക്കും അതിന്റെ കമ്മീഷനുകൾ നടപ്പാക്കും. പ്രത്യേകിച്ച് സർക്കാരും ഗവർണറും തമ്മിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കൊമ്പ് കോർക്കുകയും അത് അനിശ്ചിതത്വങ്ങൾ തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മുഖാമുഖത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്? അജിംഷാദ്, പ്രധാനമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഖം മാറ്റുന്നതിനായിട്ട് കെയറിപ്പ് പോലെയുള്ള, അതായത് വിവിധ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ വിവിധ മറ്റ് വിദേശ സർവകലാശാലകളിൽ നടക്കം അധ്യാപകരെ എത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികളുമായിട്ട്, അതായത് ഒരു പാഠപുസ്തകം പഠിച്ചു പോകുക എന്ന രീതിയിലേക്ക് അപ്പുറം പ്രായോഗികമായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രായോഗിക രാഷ്ട്രീയം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യം കേരളത്തിലെ സർവകലാശാലകളിൽ ഒരുക്കി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, അത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും വിദ്യാർത്ഥികളുടെ വിജ്ഞാനപരമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുമുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനമാണ് സർക്കാർ ഇനിയും മുന്നോട്ട് കാഴ്ചവെക്കുക എന്നും പറയുന്നു. മാത്രമല്ല, അതിലെടുത്തു പറഞ്ഞൊരു കാര്യം കേരള കലാമണ്ഡലത്തിലെ പെൺകുട്ടികളുടെ പ്രവേശനത്തെ കുറിച്ചാണ്. അതായത് കേരള കലാമണ്ഡലത്തിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാ സർവകലാശാലകളിലും തുല്യനീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, കേരള കലാമണ്ഡലത്തിലടക്കം തുല്യനീതി ഉറപ്പുവരുത്താനും ഒക്കെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. മാത്രമല്ല, തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടും സർക്കാർ തയ്യാറാണ്. അതുകൊണ്ടാണ് എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അത് പ്രായോഗികമാണെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു വയ്ക്കുന്നു. അജിംഷാദ്.